രാത്രിയിൽ നമസ്കാരമുണ്ട്. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ആ നമസ്കാരത്തെ കുറിച്ച് റസൂൽ പഠിപ്പിച്ചു തരികയാണ്. റസൂൽ പറഞ്ഞു, മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ആ റമദാനിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ, മുൻകഴിഞ്ഞ പാപങ്ങൾ റബ്ബ് പൊറുത്തു തരുന്നു. അതിനും എന്താ പറഞ്ഞത്? ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി എന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കർമ്മമായിക്കൊണ്ട് ഇതിനെ കാണാൻ നമ്മൾ തയ്യാറാകണം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, റമദാനിന്റെ എല്ലാ രാത്രിയിലോ നിന്ന് നമസ്കരിച്ചത് കൊണ്ടും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ് എന്ന് ചില മുഹദ്ദിസീങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. കഴിഞ്ഞു പോയ റമദാനുകൾ ഇതുപോലെ ആയിരുന്നു. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമെന്ന് റമദാനിന് മുമ്പ് നിയ്യത്താക്കിയിരുന്നു, ഉദ്ദേശിച്ചിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുക. റമദാനിൽ നോമ്പ് നോൽക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, രാത്രിയിൽ നിന്ന് നമസ്കരിക്കണം എന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മളെ കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളതും തമ്മിൽ ഒന്ന് പുനർവിചിന്തനം നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ നന്മകളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇനി മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നല്ലോ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ആ പരിശുദ്ധ റമദാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായാൽ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചു. ഇനി ആരെങ്കിലും യാത്രയിലാണോ അല്ലെങ്കിൽ രോഗിയാണോ, അവർ മറ്റൊരു മാസത്തിൽ പിടിച്ചുകൊള്ളണമെന്ന് പഠിപ്പിച്ചു. ഇനി നിത്യരോഗികളാണോ, നോമ്പ് നോൽക്കാൻ പറ്റാത്തവരാണോ, അവർ ഫിദിയ കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒരു ഉണർത്തൽ എന്ന നിലക്ക് സൂചിപ്പിച്ചുകൊണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം. ആ മാസത്തിൽ എന്ത് വേണം? നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം വേണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എത്ര പ്രാവശ്യം തനിക്ക് പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കും?